Hello dear code learners, welcome to my YouTube channel Code Learner. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇൻഹെറിറ്റൻസിൻ്റെ കൺസെപ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ലാസ്റ്റ് വീഡിയോ ആരെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ അതൊന്ന് എടുത്ത് കാണാം, അതിനുശേഷം ഈ ഒരു വീഡിയോ കാണുമായിരിക്കും നല്ലത്. കാരണം അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഈ ഒരു വീഡിയോ വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കോളിംഗ് ഓർഡർ ഓഫ് കൺസ്ട്രക്ടേഴ്സ്. കൺസ്ട്രക്ടർ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ബേസ് ക്ലാസ്സിൽ നിന്ന് ഒരു സബ് ക്ലാസ് ഫോം ചെയ്യുമ്പോൾ അവിടെ കൺസ്ട്രക്ടറിനെ എക്സിക്യൂട്ട് ചെയ്യാൻ, കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൻ്റെ അതേ പേരിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കൺസ്ട്രക്ടർ. അതായത് ഒബ്ജക്റ്റിനെ ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒബ്ജക്റ്റിനെ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് കൺസ്ട്രക്ടർ. അപ്പോൾ അതിനൊരു എക്സിക്യൂഷൻ ഫ്ലോ ഉണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോയിൽ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് അതിൻ്റെ കോളിംഗ് ഓർഡർ ഓഫ് കൺസ്ട്രക്ടേഴ്സ്, ആ കൺസ്ട്രക്ടർ കോൾ ചെയ്യുമ്പോൾ അത് ഏത് ഓർഡറിലാണ് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ മെത്തേഡ് ഓവർ റൈഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മെത്തേഡ് ഓവർലോഡിംഗ് എന്ന് പറഞ്ഞു. അതായത് ഒരേ പേരിലുള്ള മെത്തേഡ്സ് സെയിം ക്ലാസ്സിനകത്ത് വരികയാണെങ്കിൽ അതിനെ മെത്തേഡ് ഓവർലോഡിംഗ് എന്ന് പറയും. ഇവിടെ ഇതിനകത്ത് പറയുന്നത് മെത്തേഡ് ഓവർ റൈഡിംഗ് ആണ്. അതായത് ഒരേ പേരിലുള്ള മെത്തേഡ് ബേസ് ക്ലാസ്സിനകത്തും സബ് ക്ലാസ്സിനകത്തും വരികയാണെങ്കിൽ അതിനെ മെത്തേഡ് ഓവർ റൈഡിംഗ് എന്ന് പറയും. അപ്പോൾ അതും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ അബ്സ്ട്രാക്ട് ക്ലാസ്സസ് ആൻഡ് മെത്തേഡ്സ്, അതായത് അബ്സ്ട്രാക്ട് കീവേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസ്സും അതുപോലെ മെത്തേഡ്സും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അഡ്വാൻറ്റേജ് എന്താണെന്ന് നമുക്ക് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ യൂസിങ് ഫൈനൽ വിത്ത് ഇൻഹെറിറ്റൻസ്, അതായത് ഫൈനൽ എന്നുള്ള കീവേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങളൊരു ക്ലാസ്സിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ, ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. നമ്മൾ ഫൈനൽ എന്നുള്ള കീവേഡ് ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഒരു സാധാരണ ഒരു വേരിയബിൾ നിങ്ങൾ ഫൈനലായിട്ട് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ ആ വേരിയബിളിൻ്റെ വാല്യൂ പിന്നീട് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്ന് നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അതുപോലെ തന്നെ കുറച്ച് എക്സാമ്പിൾ പ്രോഗ്രാംസും ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. അതുപോലെ ഫൈനലി നമ്മൾ ഒരു സാമ്പിൾ അബ്സ്ട്രാക്ട് ക്ലാസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമും ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. So first topic, calling order of constructors. Constructors are called in the order of derivation from superclass to subclass. അതായത് നിങ്ങൾക്കറിയാം ഇൻഹെറിറ്റൻസ് കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങളൊരു ബേസ് ക്ലാസ് ഫോം ചെയ്യും, അതിൽ നിന്ന് സബ് ക്ലാസ്സസ് ഫോം ചെയ്യും അല്ലെങ്കിൽ ചൈൽഡ് ക്ലാസ്സസ് ഫോം ചെയ്യും. അതിനുശേഷം നിങ്ങൾ മെയിൻ ക്ലാസ്സിനകത്ത് നിങ്ങൾ സബ് ക്ലാസിൻ്റെ ഒബ്ജക്ട്സിനെയാണ് ക്രിയേറ്റ് ചെയ്യുക. സബ് ക്ലാസിൻ്റെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യും. ദെൻ സബ് ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് കൺസ്ട്രക്ടറിന് എക്സിക്യൂട്ട് ആവും. അപ്പോൾ അവിടെ നിന്ന് സബ് ക്ലാസിൻ്റെ കൺസ്ട്രക്ടർ എക്സിക്യൂട്ട് ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി സൂപ്പർ ക്ലാസിൻ്റെ കൺസ്ട്രക്ടറും അവിടെ എക്സിക്യൂട്ട് ആവും. അപ്പോൾ അതാണ് അതിൻ്റെ കോളിംഗ് ഓർഡർ. അതായത് എക്സിക്യൂഷൻ ഫ്ലോ വരുന്നത് ആക്ച്വൽ എക്സിക്യൂഷൻ നമ്മൾ ആക്ച്വലി കോൾ ചെയ്യുന്നത് സബ് ക്ലാസിൻ്റെ കൺസ്ട്രക്ടറിനാണെങ്കിലും കൂടി അവിടെ സബ് ക്ലാസിൻ്റെ കൺസ്ട്രക്ടർ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് സൂപ്പർ ക്ലാസിൻ്റെ കൺസ്ട്രക്ടറും അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് എക്സിക്യൂട്ട് ആവും. അപ്പോൾ അവിടെ കോളിംഗ് ഓർഡർ വരുന്നത് ഫ്രം സൂപ്പർ ക്ലാസ് ടു സബ് ക്ലാസ് ആണ്. ഒരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. When subclass object is created, it first calls superclass constructor, then only it calls the subclass constructor. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അവിടെ സൂപ്പർ ക്ലാസ്സിനകത്തുള്ള കൺസ്ട്രക്ടറിനെ എക്സിക്യൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക് സൂപ്പർ എന്നുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഈ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും, ബേസ് ക്ലാസ്സിനകത്തുള്ള അല്ലെങ്കിൽ സൂപ്പർ ക്ലാസ്സിനകത്തുള്ള കൺസ്ട്രക്ടറാണ് എക്സിക്യൂട്ട് ആവുക. ഇനി അതല്ല നിങ്ങൾ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിഫോൾട്ട് കൺസ്ട്രക്ടറാണ് എക്സിക്യൂട്ട് ആവുക. അതാണ് ഈ ഒരു സെന്റൻസ് പറഞ്ഞത്. ഇഫ് സൂപ്പർ ഈസ് നോട്ട് യൂസ്ഡ് ടു കോൾ സൂപ്പർ ക്ലാസ് കൺസ്ട്രക്ടർ, then the default constructor of each superclass will be executed. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ ശ്രദ്ധിക്കുക. ഇവിടെ നമുക്കൊരു ബേസ് ക്ലാസ് ഉണ്ട്, ക്ലാസ് എ എന്ന് പറഞ്ഞൊരു ബേസ് ക്ലാസ് ഉണ്ട്. അതിനകത്ത് എ ഓഫ് എന്ന് പറഞ്ഞൊരു കൺസ്ട്രക്ടർ ഉണ്ട്, അതായത് ക്ലാസിൻ്റെ അതേ പേരിലുള്ള ഒരു മെത്തേഡ്. ഇനി ബി എന്നുള്ളൊരു സബ് ക്ലാസ് ഫോം ചെയ്യുന്നുണ്ട്, വിച്ച് ഈസ് എക്സ്റ്റെൻഡിങ് ഫ്രം ക്ലാസ് എ. ഇതൊരു സബ് ക്ലാസ് ആണ്, എയുടെ സബ് ക്ലാസ് അല്ലെങ്കിൽ ചൈൽഡ് ക്ലാസ്. ഇതിനകത്ത് ബിയുടെ കൺസ്ട്രക്ടർ ഉണ്ട്, ബി എന്ന പേരിലൊരു കൺസ്ട്രക്ടർ ഉണ്ട്. ഇനി നമ്മൾ മെയിൻ ക്ലാസ്സിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഒരു സബ് ക്ലാസിന്റെ ഒബ്ജക്റ്റിനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെ. ബി ഒബിജെ ഈക്വൽ ടു ന്യൂ ബി ഓഫ്, അതായത് ക്ലാസ് നെയിം ഒബ്ജക്ട് നെയിം ഈക്വൽ ടു ന്യൂ ക്ലാസ് നെയിം. അപ്പോൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒബ്ജക്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത് കൺസ്ട്രക്ടർ ആണ്. അപ്പോൾ കൺട്രോൾ ഇങ്ങോട്ട് വരും, ഇവിടെ സബ് ക്ലാസ് കൺസ്ട്രക്ടർ എന്നുള്ള മെസ്സേജ് പ്രിന്റ് ചെയ്യും അല്ലേ. അപ്പോൾ ആക്ച്വലി ഇതെല്ലാം പ്രിന്റ് ചെയ്യേണ്ടത്, ഇത് പ്രിന്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്തുണ്ടാവും, ബേസ് ക്ലാസിന്റെ കൺസ്ട്രക്ടറിനെ എക്സിക്യൂട്ട് ആവും. ഞാൻ പറഞ്ഞു ഇവിടുന്ന് കൺട്രോൾ ഇങ്ങോട്ട് വന്നു, ഇവിടെ ഇത് പ്രിന്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്തുണ്ടാവും, ബേസ് ക്ലാസിന്റെ കൺസ്ട്രക്ടറിനെ ഇവിടെ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ എന്താണ് ഫസ്റ്റ് പ്രിന്റ് എന്തായിരിക്കും, സൂപ്പർ ക്ലാസ് കൺസ്ട്രക്ടറിനായിരിക്കും ഔട്ട്പുട്ട് വരിക. അതിനുശേഷമായിരിക്കും സബ് ക്ലാസിന്റെ കൺസ്ട്രക്ടറിനെ എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ അതിന്റെ ഔട്ട്പുട്ട് നോക്കിക്കഴിഞ്ഞാൽ സൂപ്പർ ക്ലാസ് കൺസ്ട്രക്ടർ ദെൻ സബ് ക്ലാസ് കൺസ്ട്രക്ടർ. അപ്പോൾ ഇതിന്റെ കോളിംഗ് ഓർഡർ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂപ്പർ ക്ലാസ്സിൽ നിന്നാണ് സബ് ക്ലാസസിനകത്തോട്ട് പോകുക. ദെൻ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് മെത്തേഡ് ഓവർ റൈഡിങ്. നമ്മൾ മെത്തേഡ് ഓവർലോഡിങ് എന്താണെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. അതായത് ഒരു ക്ലാസ്സിനകത്ത്
ഒരേ പേരിലുള്ള മെത്തേഡ്സ് അതിന്റെ സിഗ്നേച്ചർ ഡിഫറെൻ്റ് ആയിരിക്കും. സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ റിട്ടേൺ ടൈപ്പിൽ ഡിഫറൻസ് ഉണ്ടാകും, അല്ലെങ്കിൽ നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സിൽ ഡിഫറൻസ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഡിഫറൻസ് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ മെത്തേഡ് ഓവർലോഡിംഗ് എന്ന് പറയും. അതായത് ഒരേ പേരുള്ള മെത്തേഡ്സ് സെയിം ക്ലാസ്സിനകത്ത്, ഒരേ പേരുള്ള ഫംഗ്ഷൻസ് ഒരേ ക്ലാസ്സിനകത്ത് വരികയാണെങ്കിൽ, ഒരു ക്ലാസ്സിനകത്ത് തന്നെ വരികയാണെങ്കിൽ അതിനെ മെത്തേഡ് ഓവർലോഡിംഗ് എന്ന് പറയും. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെത്തേഡ് ഓവർ റൈഡിംഗ് ആണ്. മെത്തേഡ് ഓവർ റൈഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരേ പേരിലുള്ള മെത്തേഡ് തന്നെ ഡിഫറെന്റ് ക്ലാസ്സസിനകത്ത് വരികയാണെങ്കിൽ, ഡിഫറെന്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ബേസ് ക്ലാസ്സിനകത്തും സബ് ക്ലാസ്സിനകത്തും, അതായത് ചൈൽഡ് ക്ലാസ്സിനകത്തായിരിക്കണം, വേറെ ക്ലാസ്സിനകത്തല്ല. ഒരു ബേസ് ക്ലാസ് ഉണ്ട്, ദെൻ ഒരു സബ് ക്ലാസ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ക്ലാസ്സിനകത്തും ഒരേ പേരിലുള്ള മെത്തേഡ് വരികയാണെന്നുണ്ടെങ്കിൽ അതിന് മെത്തേഡ് ഓവർ റൈഡിംഗ് എന്ന് പറയും. അപ്പോൾ അവിടെ ഇമ്പോർട്ടൻസ് ഉള്ളത് സബ് ക്ലാസ്സിനകത്തുള്ള മെത്തേഡാണ് എക്സിക്യൂട്ട് ആവുക ബൈ ഡിഫോൾട്ട്. ഇനി നിങ്ങൾക്ക് സൂപ്പർ ക്ലാസ്സിനകത്തുള്ള മെത്തേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ സൂപ്പർ എന്നുള്ള ഒരു കീവേഡ് യൂസ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാം. അതിന് എക്സാമ്പിൾ നമുക്ക് നോക്കാം. In a class hierarchy, when a method in a subclass has the same name and type signature എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സും അതുപോലെ റിട്ടേൺ ടൈപ്പ് ഒക്കെ, ആസ് എ മെത്തേഡ് ഇൻ ഇറ്റ്സ് സൂപ്പർ ക്ലാസ്. അപ്പോൾ സൂപ്പർ ക്ലാസ്സിനകത്തും സബ് ക്ലാസ്സിനകത്തും ഒരേ പേരുള്ള മെത്തേഡ് ഉണ്ട്, ആൻഡ് ഇറ്റ്സ് ഹാവിംഗ് ദ സെയിം ടൈപ്പ് സിഗ്നേച്ചർ, സെയിം നെയിം ആൻഡ് ടൈപ്പ് സിഗ്നേച്ചർ. then the method in the subclass is said to override the method in the super class. അതായത് സൂപ്പർ ക്ലാസ്സിനകത്തുള്ള മെത്തേഡ് ഹിഡൻ ആയി പോകും. അവിടെ ഇമ്പോർട്ടൻസ് ഉള്ളത് സബ് ക്ലാസ്സിനകത്തുള്ള മെത്തേഡിനായിരിക്കും. So the version of the method defined by the superclass will be hidden. This method is called, or this function is called method overriding. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ക്ലാസ് എ എന്നുള്ളൊരു ബേസ് ക്ലാസ് ഉണ്ട്. ഇതാണ് ബേസ് ക്ലാസ്. അതിനകത്ത് എ എന്നുള്ള കൺസ്ട്രക്ടർ ഉണ്ട്, രണ്ട് വാല്യൂസ് ഇനീഷ്യലൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതായത് ഈ രണ്ട് ഐയും ജെയും ആട്രിബ്യൂട്ട്സ് ഒക്കെ ഇനീഷ്യലൈസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ക്ലാസ് ബി എന്നുള്ളൊരു സബ് ക്ലാസ് ഉണ്ട്, എയിൽ നിന്ന് ഫോം ചെയ്ത ഒരു സബ് ക്ലാസ് ഉണ്ട്. അതിനകത്ത് കെ എന്നുള്ള ഒരു എക്സ്ട്രാ ഒരു ഫീച്ചറും കൂടി, ഒരു വേരിയബിളും കൂടി ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. ദെൻ ഇതാണ് അതിൻ്റെ കൺസ്ട്രക്ടർ. അതിനുശേഷം നമുക്ക് ഷോ എന്നുള്ള മെത്തേഡ് ഉണ്ട്. ഇവിടെ ഷോ എന്നുള്ള മെത്തേഡ് ഈ സബ് ക്ലാസ്സിനകത്തും ഉണ്ട്, അതുപോലെ തന്നെ ബേസ് ക്ലാസ്സിനകത്തും ഉണ്ട്. ഇനി നമ്മൾ മെയിൻ ക്ലാസ്സിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ സബ് ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റിനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ബി സബ് ഓബ് ഈക്വൽ ടു ന്യൂ ബി ഓഫ് 1 2 3. അപ്പോൾ ഇവിടുന്ന് 3 വാല്യൂസ് ആണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ആ 3 വാല്യൂസ് ഇവിടെ റിസീവ് ചെയ്യാൻ എ ബി സി എന്ന് പറഞ്ഞിട്ട് 3 വേരിയബിൾ ഉണ്ട്. സോ എ ഈക്വൽ ടു 1, ബി ഈക്വൽ ടു 2, സി ഈക്വൽ ടു 3. അതിനുശേഷം നമ്മൾ കോൾ ചെയ്യുന്നത് സൂപ്പർ ഓഫ് എ കോമ ബി ആണ് കോൾ ചെയ്യുന്നത്, സൂപ്പർ ഓഫ് എ കോമ ബി. അപ്പോൾ ഇവിടെ ഈ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ 3 വാല്യൂസ് ഇങ്ങോട്ട് വരും, ദെൻ ഇവിടുന്ന് 2 വാല്യൂസ് ഇങ്ങോട്ട് പോകും. സോ എ ഈക്വൽ ടു 1 ആകും, ബി ഈക്വൽ ടു 2 ആകും. അത് ഐയിലോട്ടും ജെയിലോട്ടും അസൈൻ ചെയ്യും. ദെൻ കെ ഈക്വൽ ടു സി, കെ ഈക്വൽ ടു സി എന്ന് പറഞ്ഞാൽ കെ ഈക്വൽ ടു 3. അപ്പോൾ ഐയും ജെയും കെയും 1 2 3 ആ 3 വാല്യൂസ് വെച്ചിട്ട് ഇനീഷ്യലൈസ് ചെയ്യും. അതിനുശേഷം സബ് ഒബി ഡോട്ട് ഷോ ഓഫ്, അതായത് ഈ സബ് ക്ലാസിന്റെ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് ഷോ എന്നുള്ള മെത്തേഡ് കോൾ ചെയ്യാം. അപ്പൊ നിങ്ങൾക്കറിയാം ഇവിടെ സബ് ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ സബ് ക്ലാസ് ഒബ്ജക്റ്റിന് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടീസും കിട്ടും, സബ് ക്ലാസ്സിനകത്ത് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടീസും കിട്ടും. അപ്പൊ ഇതിനകത്ത് ഐയും ജെയും എന്നുള്ള ആട്രിബ്യൂട്ട് ഉണ്ട്, ദെൻ കെ എന്നുള്ള ആട്രിബ്യൂട്ടും കൂടി ഈ ഒരു സബ് ക്ലാസ് ഒബ്ജക്റ്റിന് കിട്ടും. അതേപോലെ ഈ ഷോ എന്നുള്ള മെത്തേഡ് ഇവിടെയും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ഇവിടെയും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ കോൾ ചെയ്യുമ്പോൾ സബ് ക്ലാസിന്റെ ഈ ഒരു ഷോ മെത്തേഡാണ് എക്സിക്യൂട്ട് ആവുക. ഇവിടെ ഈ ഒരു ഷോ എന്നുള്ള മെത്തേഡ് ഹിഡൻ ആയി പോകും. അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും K3, അതായത് ഈ ഒരു സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റലിൽ മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ, ഇത് വർക്ക് ചെയ്തിട്ടില്ല. അതാണ് മെത്തേഡ് ഓവർ റൈഡിങ്. അതായത് ഈ ഒരു മെത്തേഡ് ഇവിടെ ഓവർ റൈഡ് ചെയ്ത് പോയി, സബ് ക്ലാസിനകത്ത് ഓവർ റൈഡ് ചെയ്ത് പോയി. So to access the superclass version of an overridden method, we can do using super keyword. ഞാൻ നേരത്തെ പറഞ്ഞു, സൂപ്പർ എന്നുള്ള കീവേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സൂപ്പർ ക്ലാസ്സിനകത്തുള്ള ആ ഒരു ഷോ എന്നുള്ള മെത്തേഡ് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇൻവോക്ക് ചെയ്താൽ മതി, സൂപ്പർ ഡോട്ട് ഷോ. അപ്പോൾ ഇങ്ങനെ സബ് ക്ലാസ്സിനകത്ത് നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇങ്ങനെ കോൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെയിൻ ക്ലാസ്സിനകത്ത് നിന്നും കോൾ ചെയ്യാം. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നേരത്തെ അതേ പ്രോഗ്രാം തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് സൂപ്പർ ഡോട്ട് ഷോ ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതായത് ഇവിടെ ഞാൻ പറഞ്ഞു സബ് ഒബി ഡോട്ട് ഷോ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾ ഇങ്ങോട്ടാണ് വരിക. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇത് കെയുടെ വാല്യൂ പ്രിന്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ സൂപ്പർ ക്ലാസ്സിനകത്തുള്ള ഷോ എന്നുള്ള മെത്തേഡ് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സൂപ്പർ ഡോട്ട് ഷോ, അതായത് സൂപ്പർ ക്ലാസിന്റെ ഷോ എന്നുള്ള മെത്തേഡ് എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ ഔട്ട്പുട്ട് നോക്കിക്കഴിഞ്ഞാൽ ഐ ഈക്വൽ ടു 1, ജെ ഈക്വൽ ടു 2, ദെൻ കെ ഈക്വൽ ടു 3, ഇതായിരിക്കും ഔട്ട്പുട്ട് വരിക. Method overriding occurs only when the names and the type signature of the method in subclass and superclass are identical. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് ഓവർറൈഡിങ് ഒക്കർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സൂപ്പർ ക്ലാസ്സിനകത്തുള്ള മെത്തേഡിന്റെ നെയിമും അതുപോലെ ടൈപ്പ് സിഗ്നേച്ചറും, ടൈപ്പ് സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ റിട്ടേൺ ടൈപ്പും അതുപോലെ നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സും ആർഗ്യുമെന്റ് ടൈപ്സ് എല്ലാം, അതും സബ് ക്ലാസ്സിനകത്തുള്ള മെത്തേഡിന്റെ നെയിമും
സിഗ്നേച്ചർ ടൈപ്പും എല്ലാം സെയിം ആയിരിക്കണം, എങ്കിൽ മാത്രമേ മെത്തേഡ് ഓവർ റൈഡിങ് ഒക്കെ ചെയ്യുള്ളൂ. അടുത്ത ടോപ്പിക്ക് അബ്സ്ട്രാക്ട് ക്ലാസ്സസ് ആൻഡ് മെത്തേഡ്സ്. ഇതിൻ്റെ ഒരു പ്രോഗ്രാം എനിക്ക് ലാബിൽ ചെയ്യാനുണ്ട്. Sometimes we may want to create a superclass that only defines a generalized form which will be shared by all of its subclasses and leaves the implementation to be filled by each subclass. അതായത് നിങ്ങൾക്കറിയാം, നമ്മൾ മുമ്പ് പറഞ്ഞതായിരുന്നു, സൂപ്പർ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു ജനറലൈസ്ഡ് ഫോമാണ്. പിന്നെ സബ് ക്ലാസ് ഫോം ചെയ്യുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് ഫോമാണ്, സ്പെഷ്യലൈസേഷൻ ആണ്. ഇപ്പോൾ സൂപ്പർ ക്ലാസ് ഫോം ചെയ്യുന്ന പറഞ്ഞാൽ ജനറലൈസേഷൻ ആണ്, സബ് ക്ലാസ് ഫോം ചെയ്യാന്ന് പറഞ്ഞാൽ സ്പെഷ്യലൈസേഷൻ ആണ്. അപ്പോൾ അവിടെ സൂപ്പർ ക്ലാസ് എന്ന് പറഞ്ഞാൽ ജനറലൈസ്ഡ് ഫോം ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിനകത്ത് ചില മെത്തേഡ്സ് നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഡീറ്റെയിൽഡ് ഇംപ്ലിമെന്റേഷന് നിങ്ങൾ സബ് ക്ലാസ്സിനകത്ത് എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ക്ലാസ് എ എന്നുള്ള ബേസ് ക്ലാസ് ഉണ്ട്, അതിനകത്ത് ചില മെത്തേഡ്സ്, നിങ്ങളുടെ ക്ലാസ്സിനകത്ത് മെത്തേഡ്സും ആട്രിബ്യൂട്ട്സ് ആണ് വരിക. അപ്പോൾ മെത്തേഡ്സ് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ അതിൽ ചില മെത്തേഡ്സ് എല്ലാ സബ് ക്ലാസ്സിനകത്തും ഇംപ്ലിമെന്റ് ചെയ്യേണ്ട കേസ്, അതായത് ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ മെത്തേഡിനെ നിങ്ങൾ അബ്സ്ട്രാക്ട് ആക്കിയിട്ട് ഡിഫൈൻ ചെയ്യുക. അബ്സ്ട്രാക്ട് ആയിട്ട് ജസ്റ്റ് ഡിക്ലറേഷൻ മാത്രമല്ല. അപ്പോൾ അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ ആ മെത്തേഡിന്റെ ഡീറ്റെയിൽഡ് ഇംപ്ലിമെന്റേഷൻ അവിടെ കൊടുക്കില്ല, ജസ്റ്റ് ഡിക്ലറേഷൻ മാത്രം കൊടുക്കും. അതിന്റെ ഡീറ്റെയിൽഡ് ഇംപ്ലിമെന്റേഷൻ, ആ മെത്തേഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് അതിന്റെ കറസ്പോണ്ടിങ് സബ് ക്ലാസ്സിനകത്താണ് നിങ്ങൾ ഇംപ്ലിമെന്റേഷൻ ചെയ്യുക. So to ensure that a subclass should override all necessary methods or implementations, we have to make them abstract method in superclass. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ സൂപ്പർ ക്ലാസ്സിനകത്ത് ഒരു മെത്തേഡ് നിങ്ങൾ അബ്സ്ട്രാക്ട് ആക്കിയിട്ട് ഡിഫൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതിന്റെ കറസ്പോണ്ടിങ് സബ് ക്ലാസ്സിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ആ മെത്തേഡ്സ് എല്ലാം ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വരും, മസ്റ്റ് ആയിട്ടും ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അത് എറർ കാണിക്കും. സോ ഫോർ മേക്കിംഗ് എ മെത്തേഡ് ആൻഡ് അബ്സ്ട്രാക്ട് മെത്തേഡ് വി ഹാവ് ടു യൂസ് അബ്സ്ട്രാക്ട് ടൈപ്പ് മോഡിഫയർ. അതൊരു കീവേഡ് ആണ്. അപ്പോൾ ഒരു ക്ലാസ്സോ അല്ലെങ്കിൽ ഒരു മെത്തേഡോ നിങ്ങൾക്ക് അബ്സ്ട്രാക്ട് ആയിട്ട് ഡിഫൈൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അബ്സ്ട്രാക്ട് എന്നുള്ള കീവേഡ് യൂസ് ചെയ്തിട്ട് ഡിക്ലെയർ ചെയ്യാം. അപ്പോൾ അത് ഇനിയിപ്പോൾ ഒരു മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ abstract method have no implementation in the superclass. The implementation should be there in the subclass by overriding those methods. സബ്ക്ലാസ്സിനകത്തായിരിക്കും അതിൻ്റെ ഡീറ്റെയിൽഡ് ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ടായിരിക്കുക. ഇനി നിങ്ങൾക്കൊരു മെത്തേഡ് അബ്സ്ട്രാക്ട് ആയിട്ട് ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അബ്സ്ട്രാക്ട് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യും. ദെൻ ടൈപ്പ്, അതായത് അതിൻ്റെ റിട്ടേൺ ടൈപ്പ്, ആ ഫംഗ്ഷന് ഇൻറ്റിജർ ആണെങ്കിൽ ഇൻറ്റ്, ഫ്ലോട്ട് ആണെങ്കിൽ ഫ്ലോട്ട്, ഡബിൾ ആണെങ്കിൽ ഡബിൾ, സ്ട്രിങ് ആണെങ്കിൽ സ്ട്രിങ്, അപ്പോൾ അതിൻ്റെ റിട്ടേൺ ടൈപ്പ് ഏതാണെന്ന് സ്പെസിഫൈ ചെയ്യും. ദെൻ മെത്തേഡ് നെയിം, അതായത് ഫംഗ്ഷൻ്റെ പേര് പറഞ്ഞു കൊടുക്കുക. എന്തെങ്കിലും പാരാമീറ്റേഴ്സ് ഉണ്ടെങ്കിൽ ആ പാരാമീറ്റർ കോമ സെപ്പറേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കുക. അതിനുശേഷം ഒരു സെമി കോളൻ കൊടുക്കൽ മസ്റ്റ് ആണ്. ഇത് ജസ്റ്റ് ഒരു ഡിക്ലറേഷൻ ആണ്. നിങ്ങൾക്കറിയാം, ഒരു ഫംഗ്ഷൻ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാരാന്തസിസ് കഴിഞ്ഞിട്ട് സെമി കോളൻ ഇടില്ല, പകരം കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഡെഫിനിഷനാണ് എഴുതുക. ഇവിടെ അബ്സ്ട്രാക്ട് മെത്തേഡ് ഡിഫൈൻ ചെയ്യാൻ ഇങ്ങനെ ഒരു ഒറ്റ സ്റ്റേറ്റ്മെന്റ് കൊടുത്താൽ മതി. ഇനി ഈ മെത്തേഡിന്റെ ഡിക്ലറേഷന് എന്താണ്, നിങ്ങൾ സബ് ക്ലാസ്സിനകത്താണ്, ഡിക്ലറേഷൻ അല്ല, ഡീറ്റെയിൽഡ് ഇംപ്ലിമെന്റേഷന് നിങ്ങൾ സബ് ക്ലാസ്സിനകത്താണ് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ മെത്തേഡ് അണ്ടർസ്കോർ നെയിം എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ നെയിം ആണ്, അല്ലെങ്കിൽ മെത്തേഡ് നെയിം ആണ്. നെക്സ്റ്റ് ടോപ്പിക് അബ്സ്ട്രാക്ട് ക്ലാസ്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് അബ്സ്ട്രാക്ട് മെത്തേഡ് ആണ്. ഇനി അബ്സ്ട്രാക്ട് ക്ലാസ് എന്ന് പറഞ്ഞാൽ എനി ക്ലാസ് ദാറ്റ് കണ്ടെയ്ൻസ് വൺ ഓർ മോർ അബ്സ്ട്രാക്ട് മെത്തേഡ്സ് മസ്റ്റ് ഓൾസോ ബി ഡിക്ലെയർഡ് അബ്സ്ട്രാക്ട്. അപ്പോൾ നിങ്ങൾ ഒരു ക്ലാസ്സിനകത്ത് ഒരു അബ്സ്ട്രാക്ട് മെത്തേഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്ലാസ്സിനെ നിങ്ങൾ അബ്സ്ട്രാക്ട് ആക്കിയിട്ട് ഡിഫൈൻ ചെയ്യണം, അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യണം. അപ്പോൾ അബ്സ്ട്രാക്ട് ക്ലാസ്, ദെൻ ക്ലാസ് നെയിം, ദെൻ അതിനുള്ളിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അബ്സ്ട്രാക്ട് മെത്തേഡോ അല്ലെങ്കിൽ നോൺ അബ്സ്ട്രാക്ട് മെത്തേഡൊക്കെ ഡിഫൈൻ ചെയ്യാം. സാധാരണ മെത്തേഡ് ഡിഫൈൻ ചെയ്യുന്ന പോലെ മെത്തേഡ്സ് ഡിഫൈൻ ചെയ്യുക, ഡിക്ലെയർ ചെയ്യുകയൊക്കെ ചെയ്യാം. എക്സാമ്പിൾ നോക്കാം നമുക്ക്. സോ അബ്സ്ട്രാക്ട് ക്ലാസ്സസ് cannot be instantiated using the new operator. അതുകൊണ്ടാണ്, അതായത് ഒരു അബ്സ്ട്രാക്ട് ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം അതിന്റെ ഡീറ്റെയിൽഡ് ഇംപ്ലിമെന്റേഷൻ ആയിട്ടില്ല, അതിന്റെ ഇംപ്ലിമെന്റേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല. ഇംപ്ലിമെന്റേഷൻ എപ്പോഴാണ് കംപ്ലീറ്റ് ആവുക, അതിന്റെ കറസ്പോണ്ടിങ് സബ് ക്ലാസ് ഫോം ചെയ്ത് ആ സബ് ക്ലാസ്സിനകത്ത് സൂപ്പർ ക്ലാസ്സിനകത്തുള്ള അബ്സ്ട്രാക്ട് മെത്തേഡൊക്കെ ഡിഫൈൻ ചെയ്യുമ്പോഴാണ് അതിന്റെ ഇംപ്ലിമെന്റേഷൻ കംപ്ലീറ്റ് ആവുക. അപ്പോൾ ഒരു അബ്സ്ട്രാക്ട് ക്ലാസ് എന്ന് പറഞ്ഞാൽ അത് ഇൻകംപ്ലീറ്റ് ക്ലാസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഒബ്ജക്റ്റിനെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് കമ്പൈലേഷനിൽ എറർ കാണിക്കും. So such objects would be useless because an abstract class is not fully defined. ഇതിന്റെ ഡീറ്റെയിൽഡ് ഡെഫിനിഷൻ വരുന്നത് സബ് ക്ലാസ്സിനകത്താണ്. There are no abstract constructors or no abstract static methods. അതായത് നിങ്ങൾ അബ്സ്ട്രാക്ട് കീവേഡ് യൂസ് ചെയ്തിട്ട് ഒരു കൺസ്ട്രക്ടർ ഫോം ചെയ്യാൻ പറ്റില്ല. കൺസ്ട്രക്ടർ ഒബ്ജക്റ്റ് ഇനീഷ്യലൈസ് ചെയ്യാനാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഒബ്ജക്റ്റിനെ, ആ ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റിനെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് നോർമലി ഒരു അബ്സ്ട്രാക്ട് കീവേഡ് യൂസ് ചെയ്ത് ഒരു കൺസ്ട്രക്ടറും ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ സ്റ്റാറ്റിക് മെത്തേഡ്സും ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. സ്റ്റാറ്റിക് മെത്തേഡും എന്താണെന്ന് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എനി സബ് ക്ലാസ് ഓഫ് ആൻ അബ്സ്ട്രാക്ട് ക്ലാസ് മസ്റ്റ് ഐദർ ഇംപ്ലിമെന്റ് ഓൾ ഓഫ് ദി അബ്സ്ട്രാക്ട് മെത്തേഡ്സ് ഇൻ ദി സൂപ്പർ ക്ലാസ് ഓർ ഇറ്റ് ഷുഡ് ബി ഡിക്ലെയർഡ് അബ്സ്ട്രാക്ട് ക്ലാസ്. ഇനി ഇതിനകത്ത് പറയുന്നത് അബ്സ്ട്രാക്ട് ക്ലാസിന്റെ എനി സബ് ക്ലാസ് ഓഫ് ആൻ അബ്സ്ട്രാക്ട് ക്ലാസ് മസ്റ്റ് ഐദർ ഇംപ്ലിമെന്റ് ഓൾ ഓഫ് ദി അബ്സ്ട്രാക്ട് മെത്തേഡ്സ്, അതായത്
സൂപ്പർ ക്ലാസ്സിനകത്ത് നിങ്ങൾ ചില മെത്തേഡ്സ് അബ്സ്ട്രാക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എല്ലാ മെത്തേഡ്സും സബ് ക്ലാസ്സിനകത്ത് ഒന്നുകിൽ ഡിഫൈൻ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, വേറെ സബ് ക്ലാസ്സിനകത്ത് ആ അബ്സ്ട്രാക്ട് മെത്തേഡ്സിനെ ഡിഫൈൻ ചെയ്യാം. അപ്പോൾ അങ്ങനെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ സപ്പോസ് സൂപ്പർ ക്ലാസ്സിനകത്തുള്ള എല്ലാ മെത്തേഡ്സും നിങ്ങൾ സബ് ക്ലാസ്സിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സബ് ക്ലാസ്സിനെ നിങ്ങൾ അബ്സ്ട്രാക്ട് ആക്കിയിട്ട് ഡിഫൈൻ ചെയ്യണം. കാരണം അതിന്റെ ഡീറ്റെയിൽഡ് ഇംപ്ലിമെന്റേഷൻ ആയിട്ടില്ല. ആ ഇംപ്ലിമെന്റേഷൻ ഈ വേറെ ക്ലാസ്സിനകത്താണ് വരുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കുക. ഇവിടെ നമുക്കൊരു ബേസ് ക്ലാസ് ഉണ്ട്, അബ്സ്ട്രാക്ട് ക്ലാസ് എ, ദെൻ ഒരു അബ്സ്ട്രാക്ട് മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ ക്ലാസ്സിനകത്ത്, ഈ ക്ലാസ് എൻ്റെ ചെയ്യുന്നത് ഇവിടെയാണ്, ഈ ക്ലാസ്സിനകത്ത് ഒരു കോൾ മീ എന്നുള്ള ഒരു അബ്സ്ട്രാക്ട് മെത്തേഡ് ഉണ്ട്. അത് അബ്സ്ട്രാക്ട് എന്നുള്ള കീവേഡ് യൂസ് ചെയ്തിട്ടാണ് അത് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ഇവിടെ നോക്കി ഒരു സെമിക്കോളം വെച്ചിട്ടാണ് എൻ്റെ ചെയ്യുന്നത്. അപ്പോൾ വോയിഡ് എന്നുള്ള റിട്ടേൺ ടൈപ്പ് ആണ്, ദെൻ ഫംഗ്ഷൻ നെയിം കോൾ മീ. അപ്പോൾ ഇതൊരു അബ്സ്ട്രാക്ട് മെത്തേഡാണ്. അപ്പോൾ ഒരു ക്ലാസ്സിനകത്ത് ഒരു അബ്സ്ട്രാക്ട് മെത്തേഡ് വരികയാണെന്നുണ്ടെങ്കിൽ ആ ക്ലാസ് അബ്സ്ട്രാക്ട് ക്ലാസ് ആവും. അപ്പോൾ നിങ്ങൾ ആ ക്ലാസ്സിനെയും അബ്സ്ട്രാക്ട് ക്ലാസ് ആക്കിയിട്ട് ഡിക്ലെയർ ചെയ്യണം. സോ അബ്സ്ട്രാക്ട് ക്ലാസ് എ, ദെൻ അബ്സ്ട്രാക്ട് വോയിഡ് കോൾ മീ, ദെൻ കോൾ മീറ്റ് എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് മെത്തേഡ്. കോൺക്രീറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നോൺ അബ്സ്ട്രാക്ട് മെത്തേഡ്, സാധാരണ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന മെത്തേഡ് പോലെ തന്നെ. ഇനി ഒരു സബ് ക്ലാസ് ഉണ്ട് വിച്ച് ഈസ് എക്സ്റ്റെൻഡിങ് ഫ്രം ക്ലാസ് എ. എഗെയിൻ ഇതിനകത്ത് കോൾ മീ എന്നുള്ള വേറൊരു മെത്തേഡ് ഉണ്ട്. ഈ മെത്തേഡ് എന്താണ്? ഈ മെത്തേഡ് ഇതിന്റെ ഒരു ഇംപ്ലിമെന്റേഷൻ ആണ്. അതായത് ഈ ഒരു അബ്സ്ട്രാക്ട് ക്ലാസ് കോൾ മീ എന്ന് പേരുള്ള ഒരു അബ്സ്ട്രാക്ട് ക്ലാസ് ഇവിടെ ഉണ്ട്, അതിന്റെ ഡീറ്റെയിൽഡ് ഇംപ്ലിമെന്റേഷൻ ഇവിടെയാണ് വരുന്നത്. ഇത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ലാന്നെങ്കിൽ എറർ കാണിക്കും. ഓക്കെ, ഞാനത് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ക്ലാസ്സിനെ അബ്സ്ട്രാക്ട് ആക്കണം, എന്നിട്ട് വേറൊരു സബ് ക്ലാസ് ഫോം ചെയ്തിട്ട് അതിനകത്തെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വരും. നമ്മൾ മെയിൻ ക്ലാസ്സിനകത്ത് ബി ഈക്വൽ ടു ന്യൂ ബി ഓഫ്, അതായത് ഈ സബ് ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ബി ഡോട്ട് കോൾ മീ ഓഫ്. അപ്പം എന്ത് ചെയ്യും, കൺട്രോൾ നേരെ ഇങ്ങോട്ട് വരും. ദെൻ കോൾ മീ ഇൻ ബി എന്ന് പറഞ്ഞൊരു ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യും. അതാണ് കോൾ മീ ഇൻ ബി എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ബി ഡോട്ട് കോൾ മീ ടു, അതായത് ഈ ഒരു കോൺക്രീറ്റ് മെത്തേഡ് അല്ലെങ്കിൽ നോൺ അബ്സ്ട്രാക്ട് മെത്തേഡ് ആണ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ ബി ഡോട്ട് കോൾ മീ ടു. ഇവിടെ നമ്മൾ ഈ സബ് ക്ലാസിന്റെ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ടാണ് ബേസ് ക്ലാസിന്റെ ഈ ഒരു മെത്തേഡിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അത് പോസിബിൾ ആണ്, കാരണം ഈ സബ് ക്ലാസിന്റെ ഒബ്ജക്റ്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള എല്ലാ ആട്രിബ്യൂട്ട്സും ബിഹേവിയർ എല്ലാം കിട്ടും. അപ്പോൾ അതിന്റെ ഔട്ട്പുട്ട് നോക്കി കഴിഞ്ഞാൽ കോൺക്രീറ്റ് മെത്തേഡ് എന്നുള്ള ഈ ഒരു ഔട്ട്പുട്ടും കൂടിയും അവിടെ വരും. ഓൾദോ അബ്സ്ട്രാക്ട് ക്ലാസ്സസ് cannot be used to instantiate objects, abstract classes can be used to create object references. നിങ്ങൾക്ക് ഒരു അബ്സ്ട്രാക്ട് ക്ലാസിന്റെ ഒരു വേരിയബിൾ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു അബ്സ്ട്രാക്ട് ക്ലാസിന്റെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾക്ക് ഒരു റെഫറൻസ് വേരിയബിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ റെഫറൻസ് വേരിയബിൾ എന്താണെന്നുള്ളതും മുമ്പത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. അതായത് ഒരു അബ്സ്ട്രാക്ട് ക്ലാസിന്റെ ഒരു റെഫറൻസ് ഒബ്ജക്റ്റ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ക്യാൻ ബി പോയിന്റഡ് ടു ആൻ റെഫറൻസ് വേരിയബിൾ ഓഫ് സബ് ക്ലാസിന്റെ ഒരു റെഫറൻസ് വേരിയബിളോട്ട് ഒബ്ജക്റ്റിലോട്ട് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ അതിന്റെ സിന്റാക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ സൂപ്പർ ക്ലാസ് നെയിം ഉണ്ടായിരിക്കും, ദെൻ അതിന്റെ കറസ്പോണ്ടിങ് ഒബ്ജക്റ്റിന്റെ പേര്, സൂപ്പർ ക്ലാസ് ഒബ്ജക്റ്റിന്റെ റെഫറൻസ് വേരിയബിൾ. ഇവിടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയിട്ടില്ല. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം, ഈക്വൽ ടു ന്യൂ ഓപ്പറേറ്റർ യൂസ് ചെയ്ത് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് എറർ കാണിക്കും. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ ഡിക്ലെയർ ചെയ്യാൻ പറ്റും, റെഫറൻസ് വേരിയബിൾ ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. ഇനി ഈ സൂപ്പർ ക്ലാസ് ഒബ്ജക്റ്റിന്റെ റെഫറൻസ് വേരിയബിൾ ഈക്വൽ ടു എന്ത് ചെയ്യാം, സബ് ക്ലാസ് ഒബ്ജക്റ്റിന്റെ റെഫറൻസ് വേരിയബിൾ. അപ്പോൾ ഒരു സബ് ക്ലാസ് ഒബ്ജക്റ്റിലോട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ റെഫർ ചെയ്യാൻ പറ്റും. അതായത് ഈ വേരിയബിളും ഒരേ മെമ്മറി ലൊക്കേഷനിലോട്ടാണ് പോയിന്റ് ചെയ്യിക്കുന്നത്. അതാണ് അതിന്റെ മീനിങ്. So Java's runtime polymorphism or dynamic binding is implemented through the use of superclass reference. Okay, dynamic binding എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിക്യൂഷൻ ടൈമിലാണ് അതിന് ബൈൻഡിങ് നടക്കുന്നത്. അതിന് റൺ ടൈം പോളിമോർഫിസം എന്ന് പറയും. ഇവിടെ ഈ ഒരു എക്സാമ്പിൾ നോക്കുക. ഇതാണ് റൺ ടൈം പോളിമോർഫിസത്തിന്റെ ഒരു എക്സാമ്പിൾ, അല്ലെങ്കിൽ ഡൈനാമിക് ബൈൻഡിങ്ങിന് ഒരു എക്സാമ്പിൾ. കാരണം അത് എക്സിക്യൂഷൻ ടൈമിലാണ് ആ ബൈൻഡിങ് നടക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ പേര് വന്നത്. ഇവിടെ നമുക്ക് അബ്സ്ട്രാക്ട് ക്ലാസ് ഫിഗർ, ഇതാണ് നമ്മുടെ ബേസ് ക്ലാസ്. ഫിഗർ എന്നുള്ളൊരു ബേസ് ക്ലാസ് ഉണ്ട്. അതിനകത്ത് രണ്ട് വേരിയബിളാണ്, dim1ഉം dim2 എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട്സ് ആണ്. അതിൽ ഫിഗർ എന്നുള്ള ഒരു കൺസ്ട്രക്ടർ ഉണ്ട്. ഈ കൺസ്ട്രക്ടർ യൂസ് ചെയ്തിട്ട് ഈ dim1നും dim2നും വാല്യൂസ് അസൈൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളൊരു അബ്സ്ട്രാക്ട് മെത്തേഡും ഇതിനുള്ളിൽ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. അബ്സ്ട്രാക്ട് മെത്തേഡിന്റെ പേര് ഏരിയ എന്നാണ്. ഏരിയ റിട്ടേൺ ടൈപ്പ് ആണ് ഡബിൾ. ഓക്കെ, കീവേഡ് അബ്സ്ട്രാക്ട്. ഇനി നമ്മളൊരു സബ് ക്ലാസ് ആണ് ഫോം ചെയ്യുന്നത്, റെക്ടാങ്കിൾ എന്ന് പേരുള്ള ഒരു സബ് ക്ലാസ്. അപ്പോൾ അത് ഫിഗർ എന്നുള്ള ക്ലാസ്സിൽ നിന്നാണ് ഈ റെക്ടാങ്കിൾ ക്ലാസ് ഫോം ചെയ്യുന്നത്. അതിനകത്ത് നമുക്കൊരു റെക്ടാങ്കിൾ എന്നുള്ളൊരു കൺസ്ട്രക്ടർ ഉണ്ട്. ദെൻ സൂപ്പർ എന്നുള്ള മെത്തേഡ് കോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം സൂപ്പർ മെത്തേഡ് കോൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഫിഗർ എന്നുള്ള മെത്തേഡാണ് എക്സിക്യൂട്ട് ആവുക, ബേസ് ക്ലാസ്സിനകത്തുള്ള കൺസ്ട്രക്ടറാണ് എക്സിക്യൂട്ട് ആവുക. അതിനുശേഷം നമ്മൾ ഇവിടെ ഒരു അബ്സ്ട്രാക്ട് മെത്തേഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടല്ലേ.
അപ്പോൾ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ സബ് ക്ലാസ്സിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഏരിയ ഓഫ് എന്ന് പറഞ്ഞിട്ട് ഏരിയ കാണാനുള്ള മെത്തേഡ് ഇവിടെ ഡീറ്റെയിൽഡ് ഇംപ്ലിമെൻറ്റേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ ട്രയാങ്കിൾ എന്നുള്ള ഒരു സബ് ക്ലാസ്സും കൂടി ഫോം ചെയ്യുന്നുണ്ട്. ഈ ഫിഗർ ക്ലാസ്സിൽ നിന്ന് ട്രയാങ്കിൾ എന്നുള്ള ഒരു സബ് ക്ലാസ്സും കൂടി ഫോം ചെയ്യുകയാണ്. പിന്നെ അതിൻ്റെ കൺസ്ട്രക്ടറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ട്രയാങ്കിൾ അഗെയിൻ സൂപ്പർ എന്നുള്ള മെത്തേഡിനെ കോൾ ചെയ്യാണ്. സോ ഈ ഒരു മെത്തേഡാണ് എക്സിക്യൂട്ട് ആവുക. അതിനുശേഷം നമ്മൾ ഈ ഒരു അബ്സ്ട്രാക്ട് മെത്തേഡിനെ ഇവിടെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽഡ് ഇംപ്ലിമെൻറ്റേഷൻ ഇവിടെ എഴുതുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഫിഗർ എന്നുള്ള അബ്സ്ട്രാക്ട് ക്ലാസ്സിൽ നിന്ന് ഒരു സബ് ക്ലാസ് ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പറഞ്ഞിട്ടുള്ള എല്ലാ മെത്തേഡ്സും എന്ത് ചെയ്യണം, അബ്സ്ട്രാക്ട് മെത്തേഡ്സും നിങ്ങൾ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരും. ഇനി അതെല്ലാം ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ക്ലാസ് നിങ്ങൾ അബ്സ്ട്രാക്ട് ആക്കി മാറ്റേണ്ടി വരും. ഇനി നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ബേസ് ക്ലാസ്സിനകത്ത് വന്നു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ മെയിൻ മെത്തേഡുള്ള ക്ലാസ്സിനകത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സിക്യൂഷൻ ഇവിടെ നിന്നിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് എറർ കാണിക്കും. കാരണം ഫിഗർ എഫ് ഈക്വൽ ടു ന്യൂ ഫിഗർ ഓഫ് 10,10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, ഇവിടെ ഈ ഒരു ക്ലാസിൻ്റെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു അബ്സ്ട്രാക്ട് ക്ലാസിൻ്റെ ഒബ്ജക്റ്റിനെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, അത് കൊടുത്തു കഴിഞ്ഞാൽ എറർ കാണിക്കും. അതുകൊണ്ടാണ് ഇവിടെ ഇത് എറർ കാണിക്കുന്നത് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതൊരു കമൻറ്റാണ് ചെയ്തിട്ടുള്ളത്. / എന്ന് പറഞ്ഞാൽ കമൻറ്റിംഗ് ആണ്, ഈ ലൈൻ എക്സിക്യൂട്ട് ചെയ്യില്ല. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഇവിടെ എഴുതിയുള്ളൂ. സോ ദിസ് ഈസ് ആൻ ഇല്ലീഗൽ സ്റ്റേറ്റ്മെൻറ്റ്. അതിന് ശേഷം നമ്മൾ ഈ റെക്ടാങ്കിൾ ക്ലാസിൻ്റെ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാണ്. അത് പോസിബിൾ ആണ്, കാരണം ഇത് അബ്സ്ട്രാക്ട് ക്ലാസ് അല്ല. സോ റെക്ടാങ്കിൾ ആർ ഈക്വൽ ടു ന്യൂ റെക്ടാങ്കിൾ ഓഫ് 9,5. അപ്പോൾ ഇവിടെ ഈ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൺട്രോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു കൺസ്ട്രക്ടറാണ് എക്സിക്യൂട്ട് ആവുക. അപ്പോൾ എ ഈക്വൽ ടു 9 ആകും, ബി ഈക്വൽ ടു 5 ആകും. അതിനുശേഷം ആ രണ്ട് വാല്യൂ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഫിഗറിൻ്റെ ഈ ഒരു കൺസ്ട്രക്ടറാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, എ ഈക്വൽ ടു 9, ബി ഈക്വൽ ടു 5 ആണ്. ആ രണ്ട് വാല്യൂ ഇങ്ങോട്ട് പാസ് ചെയ്യും. സോ എ ഈക്വൽ ടു 9, ബി ഈക്വൽ ടു 5 അത് ഡയമെൻഷൻ 1 ഡയമെൻഷൻ 2 അസൈൻ ചെയ്യും. സോ ഡയമെൻഷൻ 1 ഈക്വൽ ടു 9, ഡയമെൻഷൻ 2 ഈക്വൽ ടു 5 ആയി. ഓക്കെ, ഇതേപോലെ തന്നെ റെക്ടാങ്കിൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ട്രയാങ്കിൾ ഒബ്ജക്റ്റ്, ട്രയാങ്കിൾ ടി ഈക്വൽ ടു ന്യൂ ട്രയാങ്കിൾ ഓഫ് 10,8. അപ്പോൾ ഇവിടെ ട്രയാങ്കിളിൻ്റെ കേസിൽ എ ഈക്വൽ ടു 10, ബി ഈക്വൽ ടു 8. അതിനുശേഷം ഇവിടുന്ന് സൂപ്പർ മെത്തേഡ് കോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫിഗർ എന്നുള്ള കൺസ്ട്രക്ടറാണ് എക്സിക്യൂട്ട് ആവുക. സോ എ ഈക്വൽ ടു 10, ബി ഈക്വൽ ടു 8. സോ ട്രയാങ്കിളിൻ്റെ കേസിൽ ഡയമെൻഷൻ 1 എന്താണ്, 10 ആണ്, ഡയമെൻഷൻ 2 8 ആണ്. റെക്ടാങ്കിളിൻ്റെ കേസിൽ ഡയമെൻഷൻ 1 9 ഉം ഡയമെൻഷൻ 2 5 ആണ്. ഇനി നമ്മൾ സൂപ്പർ ക്ലാസ് ഒബ്ജക്റ്റ് റെഫറൻസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല, റെഫറൻസ് വേരിയബിൾ ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. ഒബ്ജക്റ്റ് ക്രിയേറ്റ് എപ്പോഴാവുക, അതിന് ന്യൂ ഓപ്പറേറ്റർ യൂസ് ചെയ്യുമ്പോഴാണ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആവുക. പക്ഷേ അത് ഇവിടെ പോസിബിൾ അല്ല, കാരണം ഇതൊരു അബ്സ്ട്രാക്ട് ക്ലാസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു റെഫറൻസ് വേരിയബിൾ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. സോ ക്ലാസ് നെയിം, ദെൻ ഒബ്ജക്റ്റ് നെയിം. ഒബ്ജക്റ്റിന്റെ പേര് ഫിഗർ റെഫ് എന്നാണ്, ഫിഗ് റെഫറൻസ്. സോ ഫിഗ് റെഫറൻസ് ഈക്വൽ ടു റെക്ടാങ്കിളിന്റെ ഒബ്ജക്റ്റ്, ഇത് പോസിബിൾ ആണ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, സൂപ്പർ ക്ലാസ് ഒബ്ജക്റ്റ് ഈക്വൽ ടു സബ് ക്ലാസ് ഒബ്ജക്റ്റ്. ഇതാണ് റെഫറൻസ് വേരിയബിൾ. സോ ഫിഗർ റെഫ് റെഫേഴ്സ് ടു ഒബ്ജക്റ്റ് ഓഫ് റെക്ടാങ്കിൾ. റെക്ടാങ്കിൾ ഒബ്ജക്റ്റിലോട്ടാണ് ഇപ്പോൾ ഫിഗർ റെഫ് പോയിന്റ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ പ്രിന്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഏരിയ ഈസ് എന്ന് പറഞ്ഞിട്ട് ഫിഗർ ഓഫ് ഡോട്ട് ഏരിയ ഓഫ്. സോ റെക്ടാങ്കിളിന്റെ ഈ ഒരു മെത്തേഡാണ് എക്സിക്യൂട്ട് ആവുക. ഓക്കെ, ഇവിടെ ഫിഗർ ഓഫ് ഡോട്ട് ഏരിയ ഓഫ് എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് എന്നുള്ള മെത്തേഡാണ് എക്സിക്യൂട്ട് ആവുക. സോ ഈ ഒരു മെത്തേഡ് എക്സിക്യൂട്ട് ആവും. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ലൈൻ എന്താണ്, ഒരു ഔട്ട്ലൈൻ പ്രിന്റ് ലൈൻ സ്റ്റേറ്റ്മെന്റ് ആണ്. അതിനകത്ത് റെക്ടാങ്കിൾ ഏരിയ നമ്മളൊരു മെസ്സേജ് പ്രിന്റ് ചെയ്യും. അതാണ് നമ്മൾ ഔട്ട്പുട്ട് നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്നത് റെക്ടാങ്കിൾ ഏരിയ എന്നാണ്. അതിനുശേഷം റിട്ടേൺ dim 1 into dim 2. നിങ്ങൾക്കറിയാം റെക്ടാങ്കിളിന്റെ കേസിൽ 9 ഉം 5 ആണ്, dim 1 ഉം 2. സോ 9 into 5 ദാറ്റ് ഈസ് 45. ആ 45 ആണ് ഇവിടുന്ന് റിട്ടേൺ ചെയ്യുക. സോ അത് ഇവിടെ റീപ്ലേസ് ആയി പോകും. സോ ഏരിയ ഈസ് 45 എന്നിട്ടുള്ള മെസ്സേജ് വരും. അപ്പോൾ അതവിടെ പ്രിന്റ് ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബേസ് ക്ലാസിന്റെ റെഫറൻസ് വേരിയബിൾ ഈക്വൽ ടു ട്രയാങ്കിൾ ഒബ്ജക്റ്റ്. നേരത്തെ ചെയ്ത പോലെ തന്നെ റെക്ടാങ്കിൾ, ഇവിടെ നമ്മൾ റെക്ടാങ്കിൾ ആണ് അസൈൻ ചെയ്തത്. ഈ ഒരു കേസിൽ ട്രയാങ്കിൾ ഒബ്ജക്റ്റ് ആണ് അസൈൻ ചെയ്യുന്നത്. ഇനി ഫിഗർ ഓഫ് ഡോട്ട് ഏരിയ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മെത്തേഡാണ് എക്സിക്യൂട്ട് ആവുക. ഇവിടെ നിന്നാണ് റിട്ടേൺ ചെയ്യുന്നത് dim 1 into dim 2/2. സോ 10 into 8/2 ദാറ്റ് ഈസ് 40. അതാണ് ഇവിടെ റിട്ടേൺ ചെയ്യുക. സോ ഏരിയ ഈസ് 40 എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യും. അപ്പോൾ ഇതാണ് പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട്. ഇത് ഒരു റൺ ടൈം പോളിമോർഫിസത്തിന് എക്സാമ്പിൾ ആണ്. എക്സിക്യൂഷൻ ടൈമിലാണ് ഇവിടെ ഈ ഒരു മെത്തേഡ് ലിങ്കിങ് ഒക്കെ നടക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഡൈനാമിക് ബൈൻഡിങ് ഓർ റൺ ടൈം പോളിമോർഫിസം എന്ന് പറയാൻ കാരണം. ഓർ ലേറ്റ് ബൈൻഡിങ് എന്നും പറയും, ലേറ്റ് ബൈൻഡിങ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ, ആ പ്രോഗ്രാമിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഞാനിത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഞങ്ങൾക്കിത് വായിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോസ് അടിച്ചിട്ട് ഈ ഒരു വീഡിയോ ഒന്ന് വായിച്ചു നോക്കുക, കണ്ടന്റ് ഒന്ന് വായിച്ചു നോക്കുക. ഞാൻ അടുത്ത സ്ലൈഡിലോട്ട് സ്കിപ്പ് ചെയ്യാണ്. അടുത്ത ടോപ്പിക് യൂസിങ് ഫൈനൽ വിത്ത് ഇൻഹെറിറ്റൻസ്. അതായത് ഫൈനൽ കീവേഡ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്.
ഫൈനൽ കീവേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു വേരിയബിളിന് അതോട് വാല്യൂ എന്ത് ചെയ്യാൻ പറ്റും, ഇനീഷ്യലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് സാധാരണ യൂട്ടിലിറ്റി വേരിയബിൾ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഫൈനൽ വേരിയബിൾ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ math.py യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ പൈ എന്നുള്ളത് എന്താണ്, ഒരു ഫൈനൽ വേരിയബിൾ ആണ്. അപ്പോൾ അതിനകത്ത് വൺസ് ആ വേരിയബിളിനകത്തോട് വാല്യൂ ഇനീഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, അത് ഫൈനലാണ്. So use of final keyword. Final can be used to create equivalent or named constants. For example, final into total. നമ്മൾ മുമ്പ് പറഞ്ഞതായിരുന്നു, ഒരു ഫൈനൽ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള ലെറ്റേഴ്സ് എല്ലാം നിങ്ങൾ ക്യാപിറ്റലിൽ കൊടുക്കുകയാണ് നല്ലത്. അത് ബൈ കൺവെൻഷൻ അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. സ്മോൾ ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ പ്രോഗ്രാം വർക്ക് ചെയ്യും. ഇനി ഫൈനലിന്റെ വേറെ 2 യൂസേജ് ആണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ യൂസേജ് നമ്മൾ നേരത്തെ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് കഴിഞ്ഞ വീഡിയോയിൽ. ഇനിയുള്ള 2 യൂസേജ് എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഇറ്റ് ഹെൽപ്സ് ടു പ്രിവെന്റ് ഓവർ റൈഡിങ് ഇൻ ഇൻഹെറിറ്റൻസ്. അതായത് മെത്തേഡ് ഓവർ റൈഡിങ് പ്രിവെന്റ് ചെയ്യും. ഈ ഫൈനൽ കീവേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങളൊരു മെത്തേഡിനെ ഡിക്ലെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതുപോലെ തന്നെ ഫൈനൽ ഹെൽപ്സ് ടു പ്രിവെന്റ് ഇൻഹെറിറ്റൻസ്, അതായത് ഫർദർ സബ് ക്ലാസ് ഫോം ചെയ്യുന്നതിൽ നിന്നും അത് പ്രിവെന്റ് ചെയ്യും. So using final to prevent overriding. If we don't want to allow subclass to override a method of superclass, we can use final as a modifier at the start of its method declaration in the superclass. അതായത് നിങ്ങളൊരു ക്ലാസ്സിനകത്ത് ഒരു മെത്തേഡ് ഡിഫൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഫൈനൽ എന്നുള്ള കീവേഡ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങളത് ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ അത് സബ് ക്ലാസ്സിനകത്ത് ആ മെത്തേഡ് ഓവർറൈഡ് ചെയ്യുന്നത് അത് പ്രിവെന്റ് ചെയ്യും. അതായത് സബ് ക്ലാസ്സിനകത്ത് ആ മെത്തേഡിന് പിന്നെ നിങ്ങൾക്ക് ഓവർറൈഡ് ചെയ്യാൻ പറ്റില്ല. അതേ മെത്തേഡിലുള്ള പേരിലുള്ള ഒരു മെത്തേഡ് നിങ്ങൾക്ക് സബ് ക്ലാസ്സിനകത്ത് ഫോം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ നിങ്ങൾ ഫൈനൽ എന്നുള്ള കീവേഡ് യൂസ് ചെയ്താൽ മതി. സോ മെത്തേഡ് ഡിക്ലെയർഡ് ആസ് ഫൈനൽ കനോട്ട് ബി ഓവർറിഡൻ ബൈ സബ് ക്ലാസ്. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളിനകത്ത് ക്ലാസ് എ ഉണ്ട്, ഫൈനൽ വോയിഡ് ഷോ ഓഫ്. അപ്പോൾ ഇവിടെ എന്താണ്, ഈ ഷോ എന്നുള്ള മെത്തേഡ് അല്ലെങ്കിൽ ഫംഗ്ഷന് ഫൈനൽ കീവേഡ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇനി ക്ലാസ് ബിക്കകത്ത് സെയിം മെത്തേഡ് ഇൻവോക്ക് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ, ഡിഫൈൻ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് എറർ കാണിക്കും. കാരണം ഇതിവിടെ ഫൈനലായിട്ടാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ഇവിടെ മെത്തേഡ് ഓവർ റൈഡിങ് പോസിബിൾ അല്ല. കമ്പൈലേഷൻ ടൈമിൽ എറർ കാണിക്കും. യൂസിങ് ഫൈനൽ ടു പ്രിവെന്റ് ഇൻഹെറിറ്റൻസ്, അതായത് ഇതിനകത്ത് പറയുന്നത് രണ്ടാമത്തെ മെത്തേഡ്, അതായത് നിങ്ങൾക്ക് ഇൻഹെറിറ്റൻസ് പ്രിവെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഫൈനൽ എന്നുള്ള കീവേഡ് യൂസ് ചെയ്ത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അതായത് ഒരു ബേസ് ക്ലാസ്സിൽ നിന്ന് ഒരു സബ് ക്ലാസ് ഫോം ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു ക്ലാസ് എ എന്നുള്ള ബേസ് ക്ലാസ് ഉണ്ട്, പിന്നെ അതിൽ നിന്ന് ക്ലാസ് ബി എന്നുള്ളൊരു ബേസ് ക്ലാസ് ഫോം ചെയ്ത് സബ് ക്ലാസ് ഫോം ചെയ്തിട്ടുണ്ട്, അതിൽ നിന്ന് ക്ലാസ് സി എന്നുള്ളൊരു സബ് ക്ലാസ് ഫോം ചെയ്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ഫർദർ ക്ലാസ്സസ് സബ് ക്ലാസ്സസ് ഫോം ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനത്തെ കേസിൽ നിങ്ങൾക്ക് ഫൈനൽ ആ സി എന്നുള്ള ക്ലാസ് ഫൈനലായിട്ട് ഡിക്ലെയർ ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ ഈ ഒരു കേസിൽ നമുക്ക് ഫൈനൽ ക്ലാസ് എ ഉണ്ട്, ഫൈനൽ ക്ലാസ് എ. അതിൻ്റെ ഡെഫിനേഷൻ, ഡീറ്റെയിൽഡ് ഡെഫിനേഷൻ നമ്മളിവിടെ കൊടുത്തിട്ടില്ല. ദെൻ അതിവിടെ ഫൈനലായിട്ടാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് ക്ലാസ് എ എന്നുള്ളത്. അതിൽ നിന്ന് നിങ്ങൾ ബി എന്നുള്ള ക്ലാസ് ഫോം ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് എറർ കാണിക്കും. കാരണം ഈ ക്ലാസ് എ എന്നുള്ളത് ഫൈനലാണ്. സിമ്പിളാണ്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ആണ് ചെയ്യാനുള്ളത്. റൈറ്റ് എ ജാവ പ്രോഗ്രാം ടു ക്രിയേറ്റ് ആൻ അബ്സ്ട്രാക്ട് ക്ലാസ് നെയിംഡ് ഷേപ്പ് ദാറ്റ് കണ്ടെയ്ൻസ് ആൻ എംപ്റ്റി മെത്തേഡ് നമ്പർ ഓഫ് സൈഡ്സ്. അതായത് ഇത് നിങ്ങൾക്ക് ലാബിൽ ചെയ്യാനുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ്. അതായത് ഷേപ്പ് എന്നുള്ളൊരു ബേസ് ക്ലാസ് ഉണ്ട്, അതിനകത്ത് നമ്പർ ഓഫ് സൈഡ്സ് എന്ന് പറഞ്ഞ ഒരു അബ്സ്ട്രാക്ട് മെത്തേഡ് ഫോം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എംപ്റ്റി മെത്തേഡ് എന്ന് പറഞ്ഞാൽ അബ്സ്ട്രാക്ട് മെത്തേഡ്. അപ്പോൾ ഈ ഒരു അബ്സ്ട്രാക്ട് മെത്തേഡ് നിങ്ങൾ ഒരു ക്ലാസ്സിനകത്ത് ഫോം ചെയ്യുകയാണെങ്കിൽ ആ ക്ലാസ്സും ബൈ ഡിഫോൾട്ട് അബ്സ്ട്രാക്ട് ആയിട്ട് തന്നെ ഡിക്ലെയർ ചെയ്യണം. സോ അബ്സ്ട്രാക്ട് ക്ലാസ് ഷേപ്പ്, അതിനുള്ളിൽ അബ്സ്ട്രാക്ട് വോയിഡ് നമ്പർ ഓഫ് സൈഡ്സ് എന്ന മെത്തേഡ് ഡിഫൈൻ ചെയ്യാം. അതിനുശേഷം ഈ ഷേപ്പ് എന്നുള്ള ക്ലാസ്സിൽ നിന്ന് റെക്ടാങ്കിളും ട്രയാങ്കിളും ഹെക്സാഗണും 3 മെത്തേഡ്സ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ബൈ ഇൻഹെറിറ്റിംഗ് ഫ്രം ദി ഷേപ്പ് ക്ലാസ്. അതിനുശേഷം നമ്പർ ഓഫ് സൈഡ്സ് എന്നുള്ള മെത്തേഡ് നമ്മളിവിടെ ഇത് അബ്സ്ട്രാക്ട് ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ബേസ് ക്ലാസ്സിനകത്ത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ഇംപ്ലിമെൻറ്റേഷൻ നിങ്ങൾ ഈ സബ് ക്ലാസ്സസിനകത്തൊക്കെ ഡിഫൈൻ ചെയ്യുക. അതിനകത്ത് ചെയ്യേണ്ടത് ഇതിൻ്റെ ഓരോ ഒബ്ജക്റ്റിനും എത്ര നമ്പർ ഓഫ് സൈഡ്സ് വരുന്നുള്ളത് ജസ്റ്റ് പ്രിന്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നമ്മുടെ ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഷേപ്പ് എന്നുള്ളൊരു അബ്സ്ട്രാക്ട് ക്ലാസ് ഫോം ചെയ്യണം, അതിനകത്ത് നമ്പർ ഓഫ് സൈഡ്സ് എന്നൊരു അബ്സ്ട്രാക്ട് മെത്തേഡ് ഡിഫൈൻ ചെയ്യണം. ദെൻ ഈ ഷേപ്പ് എന്നുള്ള ബേസ് ക്ലാസ്സിൽ നിന്ന് 3 സബ് ക്ലാസ്സസ് ആണ് ഫോം ചെയ്യാനുള്ളത്, അതായത് റെക്ടാങ്കിൾ, ട്രയാങ്കിൾ ആൻഡ് ഹെക്സഗൺ. ഈ സബ് ക്ലാസ്സസിനകത്തും നമ്പർ ഓഫ് സൈഡ്സ് എന്നുള്ള ആ ഒരു മെത്തേഡിനെ നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അപ്പോൾ ആ മെത്തേഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ജസ്റ്റ് പ്രിന്റ് ചെയ്താൽ മതി, അതായത് നമ്പർ ഓഫ് സൈഡ്സ് മാത്രം പ്രിന്റ് ചെയ്താൽ മതി. അപ്പോൾ ആ ക്വസ്റ്റൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നമുക്ക് ഫസ്റ്റ് ഒരു അബ്സ്ട്രാക്ട് ക്ലാസ് ഫോം ചെയ്യണം. അബ്സ്ട്രാക്ട് ക്ലാസ് ഷേപ്പ് എന്ന് പേരുള്ള ഒരു അബ്സ്ട്രാക്ട് ക്ലാസ് ആണ് ഫോം ചെയ്യാനുള്ളത്. ഇതിനകത്ത് ഒരു അബ്സ്ട്രാക്ട് മെത്തേഡ് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റിനകത്ത്. സോ അബ്സ്ട്രാക്ട്, അതിൻ്റെ റിട്ടേൺ ടൈപ്പ് നമുക്ക് വേർഡ് തന്നെ കൊടുക്കാം.
നമ്പർ ഓഫ് സൈഡ്സ് സെമിക്കോളനിൽ എൻഡ് ചെയ്യുക. കാരണം ഇതൊരു അബ്സ്ട്രാക്ട് മെത്തേഡ്, ജസ്റ്റ് ഡിക്ലറേഷൻ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ഡെഫിനേഷൻ സബ് ക്ലാസ്സസിനകത്താണ് ഞങ്ങൾ ഡിഫൈൻ ചെയ്യുക. ഇനി നമുക്ക് സബ് ക്ലാസ്സസ് ഫോം ചെയ്യണം. സോ ക്ലാസ് റെക്റ്റാങ്കിൾ, ഫസ്റ്റ് സബ് ക്ലാസ് റെക്റ്റാങ്കിൾ ആണ്, വിച്ച് എക്സ്റ്റെൻസ് ഷേപ്പിൽ നിന്ന് അത് എക്സ്റ്റെൻഡ് ചെയ്യണം. ഇതിനകത്ത് നിങ്ങൾ ഈ ഒരു അബ്സ്ട്രാക്ട് മെത്തേഡ് ഡിഫൈൻ ചെയ്യണം. ഡീറ്റെയിൽഡ് ഡെഫിനിഷന് അബ്സ്ട്രാക്ട് സബ് ക്ലാസ്സസിനകത്താണ് നിങ്ങൾ എഴുതേണ്ടത്. സോ വോയിഡ് നമ്പർ ഓഫ് സൈഡ്സ്, ഇതേപോലെ തന്നെ നമ്പർ ഓഫ് സൈഡ്സ് എത്രയാണെന്നുള്ളത് ഇവിടെ പ്രിൻ്റ് ചെയ്യിക്കാം. സോ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് println ഓഫ് റെക്റ്റാങ്കിൾ ഹാസ് 4 സൈഡ്സ്, ജസ്റ്റ് പ്രിൻ്റ് ചെയ്യാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള സബ് ക്ലാസ്സസും കൂടി ഫോം ചെയ്യാം. അതായത് ട്രയാങ്കിൾ ഹാസ് 3 സൈഡ്സ്, അതുപോലെ തന്നെ ഹെക്സഗൺ ഹാസ് 6 സൈഡ്സ്. ഓക്കെ, ഇതെല്ലാം ഷേപ്പ് എന്നുള്ള ബേസ് ക്ലാസ്സിൽ നിന്നാണ് ഫോം ചെയ്യേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ക്ലാസ് ഡിഫൈൻ ചെയ്യാം. സോ പബ്ലിക് ക്ലാസ് ഷേപ്പ് ഇ ജി കൊടുക്കാം. ഷേപ്പ് ഇ ജി പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ് ആർക്സ്, കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ്. ഇതിനുള്ളിൽ നമുക്ക് ചെയ്യാനുള്ളത് ഈ ക്ലാസ്സസിൻ്റെയൊക്കെ ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യണം. സോ ഫസ്റ്റ് നമുക്ക് റെക്റ്റാങ്കുലർ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇതേപോലെ തന്നെ ട്രയാങ്കിൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ട്രയാങ്കിൾ ടി ഈക്വൽ ടു ന്യൂ ട്രയാങ്കിൾ ഓഫ്, ദെൻ ഹെക്സഗൺ എച്ച് ഈക്വൽ ടു ന്യൂ ഹെക്സഗൺ ഓഫ്. ഓക്കെ, ഇനി നമുക്ക് ഓരോ ഒബ്ജക്റ്റിൻ്റെ മെത്തേഡിനെ കോൾ ചെയ്യാം. സോ ആർ ഡോട്ട് നമ്പർ ഓഫ് സൈഡ്സ്. അപ്പോൾ ഈ ഒരു മെത്തേഡാണ് എക്സിക്യൂട്ട് ആവുക. റെക്റ്റാങ്കിളിൻ്റെ കേസിൽ ഈ ഒരു മെത്തേഡ് എക്സിക്യൂട്ട് ആകും. ഇതേപോലെ തന്നെ ടി ഡോട്ട് നമ്പർ ഓഫ് സൈഡ്സ്, ദെൻ എച്ച് ഡോട്ട് നമ്പർ ഓഫ് സൈഡ്സ്. ഇനി പ്രോഗ്രാം സേവ് ചെയ്യാം. ഈ ഒരു പേരിൽ വേണം ഫയൽ നെയിം കൊടുക്കാൻ. ഡെസ്ക്ടോപ്പിൽ തന്നെ സേവ് ചെയ്യാൻ തൽക്കാലം. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ജാവാസി ഷേപ്പ് ഇ ജി ഡോട്ട് ജാവ. ഇവിടെ സെമിക്കോളൻ മിസ്സിംഗ് ആണ്. സക്സസ്ഫുൾ കമ്പൈലേഷൻ ആണ്. ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാം. ജാവ ഷേപ്പ് ഇ ജി എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ റെക്റ്റാങ്കിൾ ഹാസ് 4 സൈഡ്സ്, ട്രയാങ്കിൾ ഹാസ് 3 സൈഡ്സ്, ഹെക്സഗൺ ഹാസ് 6 സൈഡ്സ്. അപ്പോൾ കറക്റ്റ് ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഏർലി ബൈൻഡിങ് ആണ്. അതായത് സബ് ക്ലാസ്സസിനകത്ത് കറസ്പോണ്ടിങ് മെത്തേഡിനെ ഓവർ റൈഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ലേറ്റ് ബൈൻഡിങ്ങിൻ്റെ കേസ് ഒന്ന് നോക്കാം. ലേറ്റ് ബൈൻഡിങ്ങിൻ്റെ കേസിൽ നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഷേപ്പ് എന്നുള്ള ഒരു ഒബ്ജക്റ്റ് റെഫറൻസ് ക്രിയേറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഷേപ്പ് എസ് ഈക്വൽ ടു ന്യൂ എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യരുത്. കാരണം അത് പോസിബിൾ അല്ല. കാരണം ഷേപ്പ് എന്നുള്ളൊരു അബ്സ്ട്രാക്ട് ക്ലാസ് ആണ്. അതിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഷേപ്പ് എസ് ഈക്വൽ ടു, ഇവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എസ് ഈക്വൽ ടു ആർ എന്ന് കൊടുക്കാം. അതായത് ഈ എസ് എന്നുള്ള സൂപ്പർ ക്ലാസ്, അതായത് ഷേപ്പ്, അതിനെ എങ്ങോട്ട് പോയിൻ്റ് ചെയ്യിക്കാം? ഈ റെക്റ്റാങ്കിൾ ഒബ്ജക്റ്റിലോട്ട് പോയിൻ്റ് ചെയ്യിക്കാം. ഇനി നിങ്ങൾക്ക് എസ് ഡോട്ട് നമ്പർ ഓഫ് സൈഡ്സ് എന്ന് കോൾ ചെയ്യാം. ഇതേപോലെ തന്നെ എസ് ഈക്വൽ ടു ടി എന്ന് കൊടുക്കാം. ദെൻ എസ് ഡോട്ട് നമ്പർ ഓഫ് സൈഡ്സ് എന്ന് കൊടുക്കാം. ദെൻ എസ് ഈക്വൽ ടു എച്ച് എന്ന് കൊടുക്കാം. സോ എസ് ഡോട്ട് നമ്പർ ഓഫ് സൈഡ്സ്. ഓക്കെ, അപ്പോഴും നിങ്ങൾക്ക് കറക്റ്റ് നേരത്തെ കിട്ടിയ അതേ ഔട്ട്പുട്ട് തന്നെയാണ് കിട്ടുക. ഒന്ന് സേവ് ചെയ്ത് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, എന്താണ് സെമിക്കോളൻ മിസ്സിംഗ് ആണ് ഇവിടെ. ഒന്നുകൂടി റൺ ചെയ്യാം. കമ്പയർ ചെയ്ത് റൺ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ്
ആബ്സ്ട്രാക്ട് ക്ലാസ്സിൻ്റെ ഒരു സാമ്പിൾ പ്രോഗ്രാം. അപ്പോൾ തൽക്കാലം നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.